ഏപ്രിൽ 11 നോമ്പുകാലത്തിലെ 5-ാം ആഴ്ചയിലെ വെള്ളിയാഴ്ച. യോഹന്നാൻ 10:31 മുതൽ 42 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് നിരവധി യഹൂദന്മാർ യേശുവിനെ എറിയാൻ കല്ലുകൾ എടുക്കുന്നിടത്താണ്. യേശു ഓടിപ്പോവുകയോ ഒളിക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അവൻ തിരിഞ്ഞ് അവരെ നേരിടുന്നു. അവൻ്റെ ഏത് നല്ല പ്രവൃത്തികൾ നിമിത്തമാണ് അവർ അവനെ കല്ലെറിയാൻ പോകുന്നതെന്ന് അവൻ അവരോട് ചോദിക്കുന്നു. എല്ലാത്തിനുമുപരി അവൻ തൻ്റെ പിതാവിനു വേണ്ടി ഈ നല്ല പ്രവൃത്തികൾ ചെയ്യുകയായിരുന്നു. അവൻ്റെ പ്രവൃത്തികൾ നിമിത്തമല്ല അവർ അവനെ കല്ലെറിയാൻ പോകുന്നതെന്ന് യഹൂദന്മാർ യേശുവിനോട് പറഞ്ഞു. പിന്നെയോ ദൈവ നിന്ദയുടെ പേരിലായിരുന്നു. യേശു വ്യക്തമായും മനുഷ്യനായിരുന്നിട്ടും തന്നെ ദൈവമാക്കുന്നു. അത്തരമൊരു പരിഹാസ്യമായ അവകാശവാദത്തിൽ അവർ ഞെട്ടിപ്പോയി. അവർ കോപിച്ചു. താൻ എന്താണ് പറയുന്നതെന്ന് യേശു വീണ്ടും വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ അവനെ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു. യഹൂദന്മാർ യേശുവിനോട് അവരുടെ മനസ്സും ഹൃദയവും അടച്ചിരുന്നു. മനസ്സ് മാറ്റാൻ അവർ വ്യക്തമായും തയ്യാറായില്ല. യേശുവിനെ അവർ ഇതിനകം തന്നെ വിചാരണ ചെയ്യുകയും കുറ്റം വിധിക്കുകയും ചെയ്തിരുന്നു. വാസ്തവത്തിൽ ഈ ഏറ്റുമുട്ടൽ യേശു യഥാർത്ഥത്തിൽ ആരാണ് എന്നതിനെക്കുറിച്ചായിരുന്നോ, അതോ ജനങ്ങളോടുള്ള തങ്ങളുടെ ശക്തിയും സ്വാധീനവും നഷ്ടപ്പെടുകയാണെന്ന് യഹൂദ പ്രമാണികൾക്ക് മനസ്സിലായോ? ആളുകൾ യേശുവിനെ സ്നേഹിച്ചിരുന്നു എന്നത് വ്യക്തമായിരുന്നു. യേശുവിനെ കാണാനും അവൻ്റെ പ്രസംഗം കേൾക്കാനും ആളുകൾ വളരെ ദൂരം സഞ്ചരിച്ചു. അല്ലെങ്കിൽ തങ്ങൾക്കോ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ യേശു സൗഖ്യം നൽകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കാം. ഇവർ യേശുവിനെ കാണാനും അനുഭവിക്കാനും ആഗ്രഹിച്ചു. ഓരോ ദിവസവും യഹൂദന്മാർക്ക് യേശുവിനോടുള്ള ഭയം വർദ്ധിച്ചുകൊണ്ടിരുന്നു. യേശുവിൻ്റെ ജനപ്രീതിയും ജനങ്ങളോടുള്ള അവൻ്റെ സ്വാധീനവും വളർന്നുകൊണ്ടിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. യേശുവിനെയും ജനങ്ങളോടുള്ള അവൻ്റെ സ്വാധീനത്തെയും അവർ ഭയപ്പെട്ടു. യഹൂദ ഉദ്യോഗസ്ഥർ യേശുവിനെ ജനങ്ങളിൽ എങ്ങനെ കുറച്ചു കാണാൻ ശ്രമിച്ചാലും അവർ അവരെ ശ്രദ്ധിച്ചില്ല. മറിച്ച് യേശുവിനെ കേൾക്കാൻ കൂടി വന്ന ആളുകളുടെ എണ്ണം എല്ലാ ദിവസവും വർദ്ധിച്ചു. അവൻ്റെ പ്രസംഗം കേട്ട് അവൻ ആരാണെന്ന് അനുഭവിച്ചതിന് ശേഷം ഈ വ്യക്തികളിൽ പലരും യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മേക്കാൾ കൂടുതൽ ശക്തിയോ സ്വാധീനമോ ഉള്ളതായി മറ്റൊരാൾക്ക് ഉള്ളതായി തോന്നുമ്പോൾ നമുക്ക് അസൂയയോ ദേഷ്യമോ തോന്നാറുണ്ടോ? നമ്മൾ സാധാരണയായി ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യാൻ നമ്മുടെ ഭയം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ വികാരങ്ങളെക്കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ ഈ നിഷേധാത്മകവും വിനാശകരമായ വികാരങ്ങൾ നമ്മുടെ ജീവിതത്തെ ഭരിക്കാൻ തുടങ്ങുകയും നമ്മൾ സാധാരണയായി ചെയ്യാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്തേക്കാം. ഫരിസേയർക്ക് സംഭവിച്ചത് ഇതാണോ? ദൈവത്തിന് മാത്രമേ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. നമുക്ക് ചോദിക്കാനോ സങ്കല്പിക്കാനോ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൽ എപ്പോഴും ആശ്രയമർപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി പരസ്പരം പ്രാർത്ഥിക്കാം.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.